Watch full episodes on Jio Hotstar. എനിക്ക് ഭാരം പൊക്കാൻ വയ്യ, എന്നോട് ക്ഷമിക്കണം. വേഗം തന്നെ ഇത് പൊക്കിയെടുക്കൂ, അല്ലെങ്കിൽ ഞാൻ നിന്നെ റോബോഡോക്സ് ഇവനെ ഒരു പാഠം പഠിപ്പിക്കൂ. കമാൻഡർ, മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നേ? വേഗം വരെ എന്റെ കൂടെ. ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം. കമാൻഡേഴ്സിന്റെ അടുത്ത് നിന്ന് രക്ഷിച്ചതിന് താങ്ക്സ്. പക്ഷെ എന്നെ നനച്ചത് താങ്ക്സ് ഒട്ടുമില്ല കേട്ടോ. ഒന്ന് വേഗം വരുന്നുണ്ടോ? Access granted. വാവ്, ഇത് ഏത് സ്ഥലവാ? ഏതാ ഈ ചെറുക്കൻ? ഇവൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അതെ അതെ, ശരിയാ പറഞ്ഞത്. ഇത് എന്ത് രഹസ്യ താവളാ? ആദ്യം നീ ഇത് പറ. നീ മോളിലെ കമാൻഡേഴ്സ് ആയിട്ട് എന്തിനാ യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നത്? നിനക്ക് എന്താ അറിയില്ലേ അവര് ഭയങ്കര അപകടമാണെന്നുള്ളത്? പറയൂ കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത്, എന്റെ പേര് ശിവ എന്നാണ്. എന്താ നീ പറഞ്ഞേ? ശിവയോ? ഇത് നമ്മുടെ ശിവയോ? ഇത്രയും വർഷം എവിടെയായിരുന്നു ശിവ? ആദ്യം നിങ്ങൾ ഇത് പറ. നിങ്ങൾക്ക് ആരാ? ഞങ്ങള് മനസ്സിലായില്ലെന്നോ? ഞാൻ രേവയാണ്. ഇത് ആദി, അത് യൂഡി, അത് പ്രൊഫസർ ബോട്ട്നിക് ആണ്. എന്ത് ഇതെങ്ങനെ സംഭവിക്കുക? എന്താ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? വല്ല റോബോട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആകെ അപകടമാവും. മുത്തശ്ശി, ശിവ, എന്റെ മോനെ. മുത്തശ്ശി, മുത്തശ്ശി. മുത്തശ്ശി, അല്ല മുത്തശ്ശി, നമ്മുടെ മുത്തശ്ശൻ എവിടെ പോയി? ഇവിടെ കാണുന്നില്ലല്ലോ. മുത്തശ്ശനെ അവര് പിടിച്ചുകൊണ്ടുപോയി. എന്താ?
എനിക്ക് ഒന്നും പിടുത്തം കിട്ടുന്നില്ല. ആ ക്രൈം ടൈം ഇത്രയും പെട്ടെന്ന് വേദനഗരത്തിൽ എങ്ങനെയാ കൈക്കലാക്കിയത്? അതുമല്ലാതെ നിങ്ങളൊക്കെ ഇത്രയും പെട്ടെന്ന് എങ്ങനെയാ വളർന്ന് വലുതായത്? ഞാൻ ആ ടൈം ബോക്സിൽ അധിക നേരം നിൽക്കാനായില്ല. ശിവ, ആ ടൈം ബോക്സിൽ നിന്ന് നീ 10 വർഷം കഴിഞ്ഞാ പുറത്തു വന്നത്. എന്താ 10 വർഷോ? അതെ ശിവ, നിന്നെ ക്രൈം ടൈം പിടിച്ച സമയത്തെ അന്നേരം ഒരു പോർട്ടോൾ ഓപ്പൺ ആയി, അറിയോ? ആ പോർട്ടോളിൽ നീ കാണാതെയും പോയി. ആ ക്രൈം ടൈം ആണെങ്കിൽ എല്ലാ കമാൻഡേഴ്സിനെയും കൺട്രോൾ ചെയ്യുകയും ചെയ്തു. അല്ല ശിവ, നിനക്ക് നല്ല ക്ഷീണം ഉണ്ടാകും. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇപ്പോ അവന്റെ ശക്തി കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവനെ തോൽപ്പിക്കാൻ പ്രയാസമാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എനിക്ക് ഒരു വിവരം പോലും കിട്ടിയില്ലല്ലോ. ഒത്തിരി ബുദ്ധിമുട്ടിയാണ് കമാൻഡ് അടുത്ത് നിന്ന് രക്ഷപ്പെട്ടത്. പ്രൊഫസർ ബോട്ട്നിക്കാണ് ഈ സ്ഥലം ഉണ്ടാക്കിയത്. ഞങ്ങൾ എല്ലാവരും ഒളിച്ചാണ് താമസിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇവിടെയാണെങ്കിൽ മുത്തശ്ശൻ, ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്, പേഡാറാം ഇവരൊക്കെ എവിടെയായിരിക്കും? അവർക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ? മുത്തശ്ശനെയും ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിനെയും പിന്നെ പേഡാറാമിനെയും ഒക്കെ ആ കമാൻഡേഴ്സ് വന്ന് പിടിച്ചുകൊണ്ട് പോയി ശിവ. അവരൊക്കെ പ്രൊഫസർ ബോട്ട്നിയുടെ ലാബിലുണ്ട്. ക്രൈം ടൈം ആണെങ്കിൽ ആ ലാബ് റോബോട്ട്സിന്റെ റിപ്പയർ ഹൗസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ജനങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് റിപ്പയറും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ തടവിൽ നിന്ന് നേരത്തെ രക്ഷപ്പെട്ടിരുന്ന മതിയായിരുന്നു. അല്ല ശിവ, ക്രൈം ടൈം ബോക്സിൽ നിന്റെ സമയം 10 വർഷമായിട്ട് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ നീ എത്ര നേരത്തെ പുറത്തു വന്നാലും നീ ഇവിടെ 10 വർഷം കഴിഞ്ഞേ എത്തുകയുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടെയുണ്ട്. ക്രൈം ടൈമിന്റെ നാശം അടുത്തിരിക്കുകയാണ്. ഇത് ശിവയുടെ ടൈമാണ്. യെസ് ശിവ. ആ ക്രൈം ടൈമിനെ തോൽപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അവന്റെ വാച്ച് തട്ടിപ്പറിച്ച് നീ പാസ്റ്റിലേക്ക് ചെല്ലണം. ശരിക്കും ആ കൃത്യസമയത്ത്, അതായത് കമാൻഡറെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സമയത്ത്, ആ സമയത്ത് നിങ്ങൾ ക്രൈം ടൈമിനെ തോൽപ്പിച്ചാൽ അപ്പോൾ അവന് കമാൻഡറെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവന് ഈ ലോകം കീഴടക്കാനും പറ്റില്ല. ഇനി ഒരിക്കലും നമ്മുടെ ഫ്യൂച്ചർ ഇങ്ങനെ ആവാൻ പാടില്ല. 10 വർഷം മാത്രമല്ല, ഇന്ന് 10ാമത്തെ മാസം കൂടിയാണ്. ഇന്നത്തെ ഡേറ്റും 10ആണ്. 10 മണി 10 മിനിറ്റ് ആകാൻ 1 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. നീ ചെന്ന് ആ ക്രൈം ടൈമിന്റെ വാച്ച് കൈക്കലാക്കിയാൽ വീണ്ടും കൃത്യസമയത്ത് ടൈം സോണിൽ എത്തിയില്ലെങ്കിൽ പിന്നെ എന്നേക്കുമായി ഈ ടൈം സോൺ ഇവിടെ തന്നെ നിലനിൽക്കും. ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം ശിവ. 1 മണിക്കൂർ കൊണ്ട് നീ തിരികെ എത്തിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിനക്ക് വരാൻ കഴിയില്ല. പാസ്റ്റ് ഒരിക്കലും മാറ്റാനും കഴിയില്ല. പിന്നെ നമ്മുടെ ഫ്യൂച്ചർ ഇതുപോലെ തന്നെ ഉണ്ടാവും. 1 മണിക്കൂറിനുള്ളിൽ കമാൻഡോസ് ഡോഗ്സിനെയും ക്രൈം ടൈംസിനോട് യുദ്ധം ചെയ്ത് വാച്ച് കൈക്കലാക്കി ശിവയെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞയക്കുക സാർ? ഞാൻ എന്റെ വാനില് ആ പഴയ ലാബിലേക്ക് ചെല്ലും. ആ വാൻ ഉപയോഗിച്ച് മുത്തശ്ശനെയും ലഡ്ഡു സിംഗിനെയും പേഡാറാമിനെയും ഒക്കെ ഞാൻ രക്ഷിക്കും. പിന്നെ ക്രൈം ടൈമിന് രക്ഷയില്ല. ക്രൈം ടൈമിന് വന്നല്ലോ ഡാങ്, ശിവയും അവന്റെ ഗ്യാങ്ങും. Watch India's largest kids library only on Jio Hotstar. Download the app now.